السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 159. ചില രോഗചികിത്സയുടെ ഭാഗമായും മറ്റും നാം ചില ഓയിൻമെൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കാലിൽ വിള്ളലും മറ്റുമൊക്കെയുള്ള ആളുകൾ വാസ്ലിൻ എന്ന ഒരു മരുന്ന് ഉപയോഗിക്കാറുണ്ട്. വാസ്ലിൻ ചില ആളുകൾ ശരീരത്തിൽ തൊലിയിൽ നിറം കിട്ടാനും മറ്റും ഒക്കെ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ വാസ്ലിൻ ശരീരത്തിൽ തേച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് തേച്ച വ്യക്തി ഇനി വുളൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ആ തേച്ച ഭാഗത്തേക്ക് വെള്ളമെത്തണമെങ്കിൽ ആ വസ്തു പൂർണ്ണമായും കഴുകി ഒഴിവാക്കണം. അല്ലാതിരുന്നാൽ അങ്ങോട്ട് വെള്ളം ചേരുകയില്ല. കാരണം അത് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു തരം കട്ടിയുള്ള തടിയാണ്. എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും കാണും, വുളൂ ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും അവയവങ്ങളിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഉണ്ടാകരുത്. തുഹ്ഫയുടെ ഇബാറത്ത് ഇങ്ങനെയാണ്: വഅല്ലാ യകൂന അലൽ ഉൾവി ജുർമുൻ കസീഫുൻ യംനഉ വുസൂലഹു ലിൽ ബശറ. തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന കട്ടിയുള്ള ഒരു തടിയും ശരീരത്തിൽ ഉണ്ടാകരുത്. വുളൂ ചെയ്യുന്നിടത്ത് വുളൂവിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാകരുത്. കുളിക്കുന്നിടത്ത് ശരീരത്തിൽ എവിടെയും അത്തരം തടികൾ ഉണ്ടാകരുത്. കാരണം നിർബന്ധമായ കുളിയാകുമ്പോൾ പ്രത്യേകിച്ചും ശരീരം മുഴുവനും വെള്ളമെത്തിയിട്ടില്ലെങ്കിൽ കുളി സ്വഹീഹാവുകയില്ലല്ലോ. വുളൂ ചെയ്യുമ്പോൾ വുളൂയിൽ നിർബന്ധമായും വെള്ളമെത്തേണ്ട വുളൂവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ വുളൂവും സ്വഹീഹാവുകയില്ലല്ലോ. അപ്പോൾ വുളൂഇൻ്റെയും കുളിയുടെയും സിഹത്തിനെ തടയുന്ന രീതിയിലുള്ള തടി അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് ഷർത്താണ്. അപ്പോൾ പിന്നെ വാസ്ലിൻ പോലെയുള്ള വസ്തുക്കൾ അഥവാ പിന്നെ കട്ടിയുള്ള എണ്ണ പോലെ എന്നാണ് ചില കിതാബുകളിലൊക്കെ കാണുക. അപ്പോൾ കട്ടിയുള്ള എണ്ണ പോലെ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ് വാസ്ലിൻ, അതുപോലെ ഓയിൻമെൻറ്റുകളൊക്കെ. അപ്പോൾ അത് ഉള്ളിടത്ത് വെള്ളം അങ്ങോട്ട് ചേരുന്നതിന് അത് തടസ്സമാണ്. അപ്പം അങ്ങനെ രാത്രി സമയങ്ങളിലൊക്കെ കാലിലോ മറ്റോ വാസ്ലിൻ തേച്ച് കിടന്ന ആൾ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് തേച്ച് കിടന്ന ആൾ രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ കുളി നിർബന്ധമായിട്ട് കുളിക്കുമ്പോൾ ആദ്യം ആ വാസ്ലിന് സോപ്പോ മറ്റോ ഉപയോഗിച്ച് നന്നായി കഴുകി പോക്കണം. എന്നിട്ട് വേണം വുളൂ ചെയ്യാനും കുളിക്കാനും. എങ്കിലേ ആ വുളൂവും കുളിയും സ്വഹീഹാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.